വീട്ടിലൊരു വാഴയെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കില്ലേ നമ്മളൊക്കെ? നമുക്ക് ആവശ്യത്തിന് ഇല മുറിക്കാനും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വാഴ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് കദളിയാണ് കേട്ടോ. അതായത് നമ്മൾ പൂജയ്ക്കൊക്കെ കൊടുക്കണം പൂജാ കദളി. അപ്പോൾ ഈ കന്നിന് തന്നെ 75 രൂപയായിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ വെച്ചിട്ട് വെട്ടാനൊക്കെ പറ്റിയൊരു വാഴ. ഒരു എക്സ്ട്രാ കയറും ഇതിന് കൊടുക്കണ്ട. ഇതിനാകെ നമ്മൾ അതിപ്പോൾ ഏത് ചെടി നടുമ്പോഴും നമ്മൾ ചാണകപ്പൊടിയോ കോഴിക്കാട്ടോ ഇട്ട് ഞാൻ വെക്കും. അത് എല്ലാ ചെടി വെക്കുമ്പോഴും ഞാൻ വെക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു 3 മാസം 4 കൂടുതലൊക്കെ വളരുന്ന ചെടിക്ക് നന്നായിട്ട് ചാണകപ്പൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതിട്ടിട്ടാണ് വെക്കുക. അതിട്ട് കൊടുത്താൽ പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ വാഴയ്ക്ക് കുറച്ചും കൂടി ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടത്. ഏത് വളം നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ പിന്നെ വേനലിൽ നനയ്ക്കണം. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ഇത്തിരി കൂടി വെയിലുള്ള സ്ഥലത്ത് വെക്കാമായിരുന്നു. ഞാനത് വെക്കുമ്പോൾ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ സൂര്യൻ്റെ ഇതനുസരിച്ചിട്ടാണ് അത് കുറഞ്ഞ് വരിക. അപ്പോൾ ഇതിൻ്റെ കൊലയ്ക്ക് നമ്മൾ ഊന്ന് കൊടുക്കുക ഒന്നും വേണ്ട. ഇതിപ്പോൾ കദളിയാന്ന് പറഞ്ഞില്ലേ ഞാൻ. ഇതിന് 80 രൂപ എപ്പോഴും റേറ്റുള്ള ഒരു കായാണ്. ഇതിപ്പോൾ 6 പടലിയുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കിട്ടും. ഇതൊരു 4-5 കന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അല്ലിയായി കണ്ട. അപ്പോൾ ഇതൊരു കന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എത്ര കന്ന പൊട്ടിയണേന്ന് കണ്ട് നിങ്ങൾ 1 2 3 4. അപ്പോൾ അതും ലാഭമായി ഇല്ലേ. ഇത് നമുക്ക് ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ എളുപ്പത്തിൽ വെക്കും. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് വലിയ മൈസൂർ വാഴയായിരുന്നു. അപ്പോൾ അത് വെട്ടാനൊക്കെ വലിയ പാടാ. കൊല ഒടിയും കയറിട്ട് കെട്ടുക. ഇതും കയറൊക്കെ ഇട്ട് കെട്ടിയിട്ട് ചെറിയൊരു താങ്ങ് കൊല വന്ന കാരണം കാറ്റിന് ചിലപ്പോൾ ഒടിയും. അല്ലെങ്കിൽ പിന്നെ കടക്കിൽ നന്നായിട്ട് മണ്ണ് കയറ്റിടും. എന്നാലും നമുക്കൊരു ഊണ് വെച്ചാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വാഴയാണ്. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്താകുമ്പോൾ ഇതിൻ്റെ പോളയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒരു അതിൻ്റെ ഉണങ്ങിയ ഇല കൊണ്ട് തന്നെ നമ്മളൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ അത്ര വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഞാനിത് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല കണ്ട കോഴിക്കാട്ടം വലിയ ഉണ്ട ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നനയ്ക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ അവസാനം ഇട്ട് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ കൊലയ്ക്കൊന്നുകൂടി ഉഷാറായിക്കോട്ടെ, പിന്നെ അടുത്ത കന്നുകൾക്കും ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനൊരു വാഴകന്ന് മേടിച്ച് നിങ്ങൾ വെക്കണം. കാരണം ഇതിനധികം പിണ്ടികേടൊന്നും ഉണ്ടാവില്ല. പിന്നെ വേനലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ചുറ്റും അടിക്കണ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ നമ്മൾ കയറ്റിയിട്ട് കൊടുത്തിട്ട് നനച്ചാൽ ആ നനവ് അവിടെ നന്നായിട്ട് നിൽക്കും. ഇപ്പോൾ ഇങ്ങനത്തെ പൊതയുണ്ടെങ്കിൽ നല്ലതാട്ടോ. ഞാൻ ഈ വാഴയുടെ പട്ടിയൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ അടിച്ച് വാരണ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ നനവ് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ കേട്ടോ.